UGC നെറ്റ് പേപ്പർ 2 PYQ സെഷനാണ്. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 58ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാനുള്ളത്. വാട്ട് ഈസ് ഇതിൽ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒറിജിൻസ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ ഏത് ആസ്പെക്റ്റിനാണ് ഒറിജിൻസ് എന്ന് പറയുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് ഒരു തിയറി, ഈ ടേം ഒരു തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ജോർജ് വാൽഷ് എന്ന് പറഞ്ഞ ആളാണ് ഇത് കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ തിയറിയെക്കുറിച്ചും ഈ വ്യക്തിയെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ക്രിയേറ്റിവിറ്റി, ഓപ്പൺനെസ്, ഇൻട്രോവേർഷൻ, ന്യൂറോട്ടിസിസം. ഈ ടേമുകളൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നോക്കാം എന്തൊക്കെയാണ്. ഇവിടെ ഒറിജിൻസ് എന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇത് മനസ്സിലാക്കുന്നതിനും ഇത് ഒറിജിൻസ് ഈ ടേം കോയിൻ ചെയ്തത് ജോർജ് വാൽഷ് എന്ന് പറഞ്ഞ ആളാണ്. ഇത് പേഴ്സണാലിറ്റിയുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരു തിയറിയാണ്. ഓക്കെ, ക്രിയേറ്റിവിറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്രിയേറ്റിവിറ്റി ഐഡിയാസുമായി ബന്ധപ്പെട്ട ടേമാണ്. ഒരു വ്യക്തിക്ക് എത്രത്തോളം യുണീക്കായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ബേസിലാണ് ഈ ടേം കോയിൻ ചെയ്തത്. ഒറിജിൻസ്, ഒരാൾക്ക് ഹൈ ഒറിജിൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നല്ല ക്രിയേറ്റീവ് ഐഡിയാസ്, ഒറിജിനൽ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ലോ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് മറ്റ് ഹൈ ഒറിജിൻ വ്യക്തിയെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇവിടെ ഈ ഹൈ ഒറിജിൻസ് ഉള്ള ആളുടെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള മെത്തേഡുകൾ വഴിയോ എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴിയോ ഒന്നല്ല ഈ വ്യക്തി ചിന്തിക്കുക. ഈ വ്യക്തി നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള പുതിയ മെത്തേഡുകളും രീതികളും ക്രിയേറ്റീവ്സ് ഐഡിയാസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് ഇത്തരം ക്വാളിറ്റിയുള്ള ആൾക്കാർ ഇവരെന്ത് ചെയ്യും, പുതിയ മെത്തേഡുകൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഇദ്ദേഹം 2 കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി സ്കെയിലിന് 2 കൺസെപ്റ്റുകൾ ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. അതിൽ ഒന്നാണിത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒറിജിൻസ്, മറ്റൊന്നാണ് ഇൻ്റലിജൻസ്. ഇൻ്റലക്റ്റൻസ്. ഓക്കെ, ഒറിജിൻസ് ആൻഡ് ഇൻ്റലക്റ്റൻസ്. ഓക്കെ, ഈ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുമായി കണക്ട് ചെയ്തതാണ്. ഇൻ്റലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസുമായി കണക്ട് ചെയ്തതാണ്. ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരാളുടെ ഒറിജിനലായിട്ടുള്ള പേഴ്സണൽ വേ ഓഫ് തിങ്കിങ് ആണ്. ഹൈ ഒറിജിൻസ് ഉള്ള ആൾക്ക് ഹൈ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവും, ക്രിയേറ്റീവ് സ്കിൽ ഉണ്ടാവും. ലോ ഒറിജിനുള്ള ആൾക്ക് ലോ കപ്പാസിറ്റി ഓഫ് തിങ്കിങ്ങും ലോ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഇൻ്റലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കണേനാണ് ഇൻ്റലക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഈ തിയറി കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കിയാലാണ് ഇതിൻ്റെ കൺസെപ്റ്റിൽ മൊത്തമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജോർജ് വാലഷിൻ്റെ തിയറി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ മറ്റ് ഓപ്ഷൻസുകൾ നമ്മൾ പരിചയമുള്ള ഓപ്ഷൻസ് തന്നെ ആയിരിക്കും. ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുള്ളത് അല്ലേ. ക്രിയേറ്റിവിറ്റി, ഓപ്പൺനെസ്, അതുപോലെ ഇൻട്രോവേർഷൻ, അതുപോലെ തന്നെ ന്യൂറോട്ടിസിസം. ഇത് രണ്ടും എന്താണ്, ഇപ്പോൾ ഒറിജിൻസ് എന്ന് പറഞ്ഞ ടേം ക്രിയേറ്റീവ് ആസ്പെക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വരുന്നത്, ഒറിജിൻസിൻ്റെ ആൻസർ വരുന്നത് ക്രിയേറ്റിവിറ്റിയാണ്.
3 ഓപ്ഷൻസ് വേറെയും കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അടുത്തത് എന്തായിരുന്നു? ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞ ടേം നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ്, ഒരു കൺസെപ്റ്റാണ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് നമ്മൾ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ബിഗ് ഫൈവ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ബിഗ് ഫൈവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺനെസ് പറഞ്ഞിരുന്നു. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ക്രിയേറ്റിവിറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം തന്നെയാണ്. നമുക്കിതും ഒപ്റ്റ് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ടേം ഒറിജിൻസ് എന്ന് പറഞ്ഞ ടേമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് വിശദീകരിച്ചത്. ഓക്കെ, പിന്നെ ഇൻട്രോവേർഷൻ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ തന്നെ ബിഗ് ഫൈവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചധികം പറയാനുണ്ട്, കുറച്ചധികം ഉണ്ട്. ഒരു പീരീഡ് ഒരു മണിക്കൂറൊക്കെ അത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അത് ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, കുറേ ടേംസുകളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇൻട്രോവേർഷൻ ആണ് അടുത്തത്. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ എന്താണ്, ഒരു വ്യക്തിക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇൻറ്റേർണലായിട്ടാണ് ഒരു വ്യക്തിക്ക് മോട്ടിവേഷനും എനർജിയും കിട്ടുന്നത്, അതോ എക്സ്റ്റേണൽ സോഷ്യൽ സെറ്റിംഗിൽ നിന്നാണോ ഒരു വ്യക്തിക്ക് മോട്ടിവേഷനും എനർജിയും കിട്ടുന്നത്? ഇതിൻ്റെ ബേസിലാണ് ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞ ടേം ഡിസ്കസ് ചെയ്യുന്നത്. അത് ഈ ബിഗ് ഫൈവ് ഫാക്ടറിൽ തന്നെ വരുന്ന മറ്റൊരു ടേമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. പിന്നെ ന്യൂറോട്ടിസിസം അല്ലേ? യെസ്, ന്യൂറോട്ടിസിസം. ഇതൊക്കെ ഒറ്റ തിയറിയിൽ തന്നെ വരുന്നതാണ്. ഒരു വ്യക്തിയുടെ ഈ ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എത്രത്തോളം ഒരു വ്യക്തി ഇമോഷണലി സ്റ്റേബിളാണ്, എത്രത്തോളം എന്താണ് സ്ട്രെസ്, ഒരു വ്യക്തിക്ക് എത്രത്തോളം സ്ട്രെസ്സ് എന്താണ്, എങ്ങനെയാണ് ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആവുന്നത്, ആങ്ഷ്യസ് ആവുന്നത്, ഇതൊക്കെ അളക്കുന്നൊരു ടേമാണെന്ത്, ന്യൂറോട്ടിസിസം. ഈ ടേമും ഇതിൽ വരുന്നത് തന്നെ ബിഗ് ഫൈവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി 3 നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് നോക്കുക. ഒരു വലിയ തിയറിയാണ്. ഇതിൽ ആൻസർ വരുന്നത് ഒറിജിൻസ് ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തതൊരു സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട, എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന കുറച്ച് ടേമാണെന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ്. ഇത് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവില്ല, ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാറ്റിയിൽ വരുന്നത്. ഈ സ്റ്റാറ്റി കൂടുതലായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഇത് ഓർമ്മയുണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ എന്താ പറയാന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, സാമ്പിളിംഗ് എറേഴ്സ്, സ്റ്റാൻഡർഡൈസിങ് കോഎഫിഷ്യൻറ്റ്, പാരാമീറ്റേഴ്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ സാമ്പിളിംഗ് എറർ എന്നാണ് പറയാം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ചില സമയത്ത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ എടുത്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യും, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. നോർമൽ വേയിലും നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ചില സമയത്ത് നമുക്ക് നോർമൽ വേയിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ യൂസ് ചെയ്തിട്ടല്ലേ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ നോർമലും സാമ്പിളും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസ്
എന്ത് ചെയ്യും, എററായിട്ടാണ് എന്ത് ചെയ്യുക സ്റ്റാറ്റിസ്റ്റിക്സിൽ കണക്കാക്കുക. അതിനെന്ത് പറയും, സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് ഇത് എന്ന ടേമിലാണിത് ഇത് വിശദീകരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ സ്റ്റാറ്റ് ചെയ്തുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു വലിയ നഗരം, ഒരു 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 ലക്ഷം 10 ലക്ഷം ആയിരിക്കട്ടെ, 10 ലക്ഷം ആളുകളുള്ള വലിയ നഗരമാണെന്ന് കരുതാം. ഓക്കെ, ഈ 10 ലക്ഷം ആളുകളുള്ള വലിയ നഗരം, ഈ നഗരത്തിലെ എന്താണ് ഒരു വ്യക്തിയുടെ ആവറേജ് ഹൈറ്റ്, ഈ മൊത്തം 10 ലക്ഷം ആളുകളുടെ ആവറേജ് ഹൈറ്റ് എനിക്ക് കണക്കാക്കണം. ആവറേജ് ഹൈറ്റ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. കഴിയോ? എന്നെ കൊണ്ട് കഴിയോ? ഇല്ല. 10 ലക്ഷം ആളുകളുള്ള വലിയൊരു സിറ്റിയാണ്. ഈ 10 ലക്ഷം ആളുകളുള്ള വലിയ സിറ്റിയിലെ ആവറേജ് ഹൈറ്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ചോദ്യം. പോസിബിൾ അല്ല, ഇമ്പോസിബിളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സാമ്പിളിങ് എടുക്കും അല്ലേ. ഈ 10 ലക്ഷം ആളുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു 1000 ആളുകളെ അല്ലെങ്കിൽ ഒരു 10,000 ആളുകളെ ഞാനത് എടുക്കും അല്ലേ. എന്നിട്ട് ഇതിൻ്റെ ആവറേജ് കണക്കാക്കും. ഓക്കെ, ഇപ്പം എനിക്കൊരു ആവറേജ് കിട്ടിയെന്ന് കരുതാം. ഒരു ഉദാഹരണത്തിന് ഒരു 150 സെൻറ്റിമീറ്റർ ആവറേജ് ഹൈറ്റ്, ജസ്റ്റ് ഒരു ഉദാഹരണമാണ്. ഇതാണത് ആവറേജ് ഹൈറ്റ് അല്ലേ. സാമ്പിളിങ്ങിലൂടെ എനിക്ക് കിട്ടിയ ആവറേജ് ഹൈറ്റാണെന്ത് 150 സെൻറ്റിമീറ്റർ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ 10 ലക്ഷം ആൾക്കാരെയും കൃത്യമായി ഡാറ്റ കളക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ആവറേജ് കിട്ടുമല്ലോ, ഒറിജിനൽ ആവറേജ് അല്ലേ. ഒറിജിനൽ ആവറേജ് അത് ശരിക്കും എന്തല്ല, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്, ഈ 10 ലക്ഷം ആളുകളുടെ അടുത്തും പോയിട്ട് അവരുടെ ഹൈറ്റ് കണ്ടെത്തിയിട്ട് ആ ഹൈറ്റിനെ ടോട്ടൽ ഹൈറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ആ ടോട്ടൽ ഹൈറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ കുറേ സമയമെടുക്കും. പോസിബിൾ അല്ല, ഇമ്പോസിബിളാണ്. അങ്ങനെയാണെങ്കിലും അത് ചെയ്താൽ എനിക്ക് കിട്ടുന്നൊരു ആവറേജ് ഹൈറ്റ് ഉണ്ടാവുമല്ലോ, അത് ഏകദേശം ഒരു 160 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതാം. അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഞാൻ ആവറേജ് എടുത്തപ്പോൾ കിട്ടിയ 150 സെൻറ്റിമീറ്ററും ഒറിജിനൽ എല്ലാ ഡേറ്റയും പരിശോധിച്ചപ്പോൾ കിട്ടുന്ന 160 സെൻറ്റിമീറ്ററും തമ്മിലൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ഇല്ലേ. ഇതിനാണ് എന്താ പറയുക സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയാം, അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ എന്ന് പറയാം. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ ഇവിടെ നമ്മളൊരു ശരിക്കും എന്താ ചെയ്യുന്നത്, ഒരു പോപ്പുലേഷനെ, ഒരു സ്റ്റഡിയെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആവറേജ് സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. ഒറിജിനൽ വേയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. പിന്നെ സാമ്പിൾ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇത് കിട്ടും. ഈ ഗ്യാപ്പിനാണ് എന്ത് പറഞ്ഞത്, ഈ സാമ്പിളിംഗ് എറർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 10 ലക്ഷം, ഇത് കുറച്ച് ഒരു വലിയൊരു പ്രോബ്ലത്തിൻ്റെ ബേസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, സിമ്പിളാണ്. ആ പ്രോബ്ലം ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് സമയമായതുകൊണ്ട് ഇത്ര മനസ്സിലാക്കാം. 10 ലക്ഷം ആളുകളുണ്ട്. ഈ 10 ലക്ഷം ആളുകളുടെ ആവറേജ് ഹൈറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സാമ്പിൾ എടുത്തത് 10,000 ആൾക്കാരാണ്. 10,000 ആൾക്കാരുടെ സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് ആവറേജ് ഹൈറ്റ് കിട്ടിയത് എത്രയാണ്, 150 സെൻറ്റിമീറ്റർ ആണ്. ശരിക്ക് ഒരാൾ പൂർണ്ണമായും എല്ലാവരുടെയും ആവറേജ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ഒരു 160 കിട്ടുമെന്ന് കരുതാം. അത് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്, അത് പോസിബിൾ അല്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ രണ്ട് വാല്യൂവും ഒറിജിനലും സാമ്പിളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ 160 മൈനസ് 150 സാമ്പിൾ എടുത്തപ്പോൾ കിട്ടിയതാണ്, ഫുള്ള് പഠിച്ചപ്പോൾ കിട്ടിയതാണ് 160. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 സെൻറ്റിമീറ്റർ.
ഈ 10 സെൻറ്റിമീറ്റർ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിന് സാമ്പിളിങ് എറർ എന്ന് പറയും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിങ് ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് പറയുന്നുണ്ട്? സാമ്പിളിങ് എറർ എന്ന് പറയും. ഗ്യാപ്പിന് സാമ്പിളിങ് എറർ എന്ന് പറയുന്നു. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 2 ടേമുകൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പറയുന്നുണ്ട്. ഒന്ന് ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം 1 സെൻറ്റിമീറ്റർ ഉള്ളൂ എന്ന് കരുതാം. നമ്മൾ അളക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നമുക്ക് സാമ്പിൾ കിട്ടിയത് 150, പക്ഷേ ഒറിജിനൽ 151 കരുതാം. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഇനി ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് ഒരു 1500 കിട്ടിയെന്ന് കരുതാം. നമുക്കിവിടെ 150 കിട്ടിയുള്ളൂ. അപ്പോൾ 1500ഉം 150ഉം തമ്മിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കണക്ക് പറയാം, നമുക്ക് കിട്ടിയത് 200. പക്ഷേ നമ്മൾ ഒറിജിനൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 500. അപ്പോൾ ഒരു 300 ഡിഫറൻസ് വന്നില്ലേ? 300 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് വന്നു. അങ്ങനെ അത്ര ഹൈറ്റുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പറയാണ്. അപ്പോൾ ഈ 300 എന്ന് പറഞ്ഞാൽ വലിയ ഗ്യാപ്പ് വന്നു. ഇതിനെന്ത് പറയും? ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ലോ എറർ ആയിരിക്കും. ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ എറർ ആയിരിക്കും. ഓക്കെ, ഇവിടെ എത്രയേ പറയുന്നുള്ളൂ. നമ്മൾ സാധാരണ ചില കണക്കുകൾ നോർമലായിട്ട് ചെയ്യുമ്പോഴും ആവറേജ് എടുത്ത് ചെയ്യുമ്പോഴും എന്തുണ്ടാവും? ഈ സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോഴും ചെറിയൊരു എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറൻസിനെയാണ് എന്ത് പറയാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത്രയ്ക്ക് ഇതിൽ സ്റ്റാറ്റിയിൽ വരുള്ളൂ, കൂടുതൽ ഡീറ്റെയിലായിട്ടൊന്നും വരില്ല. ഇതിലുള്ള ടേംസൊക്കെ സ്റ്റാറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ള ടേംസാണ്. അടുത്തത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഓപ്ഷനാണ്. ശരിയായ ഓപ്ഷൻ 2 കേട്ടോ. ഇതൊക്കെ എന്താ നോക്കാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ തൻ്റെ റിസർച്ച് ചെയ്ത് കിട്ടിയ ഡാറ്റ കൃത്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊരു ബോർഡറാണെന്ത്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 5% 1% ആയിരിക്കും. 5% സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ഗവേഷണം നടത്താണ്. കോവിഡ് വാക്സിൻ്റെ ഒരു വാക്സിൻ്റെ ഗവേഷണം നടത്താണ്. അപ്പോൾ ഗവേഷണം ഞാൻ എന്ത് ചെയ്തു? 100 പേരിൽ ഗവേഷണം നടത്തി. ഞാൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിട്ട് തിരഞ്ഞെടുത്തത് 1% കരുതാം. അത് റിസർച്ചർ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. 1% 5% എന്നുള്ളത്. ഈ 1% എന്ന് പറഞ്ഞാൽ എനിക്ക് 99% ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിയാൽ മാത്രമേ ഞാൻ റിസർച്ച് ശരിയാണെന്ന് പറയുള്ളൂ. 1% വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഞാൻ എടുത്തതെങ്കിൽ 95% ഞാൻ പഠിച്ച ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ റിസർച്ച് സ്റ്റഡി ശരിയാണെന്ന് പറയാം. വേറൊരു കേസ്, ഒരു കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഡ്ജാണ് വിധി പറയുന്നത് അല്ലേ? ജഡ്ജിന് വിധി പറയുകയാണെങ്കിൽ ജഡ്ജിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. അയാൾക്ക് കിട്ടിയ ഡാറ്റയുടെ അയാൾക്ക് മനസ്സിലായ കാര്യങ്ങളിൽ നിന്ന് 99% ശരിയാണെങ്കിൽ 1% തെറ്റും 99% ശരിയുമാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പോസിറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. വേറെ നേരത്തെ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. വാക്സിൻ ഞാൻ പരീക്ഷിക്കുകയാണ്. കോവിഡ് വാക്സിൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഞാൻ സെറ്റ് ചെയ്തത് 1% കരുതാം. 100 ആളുകളിൽ ഞാൻ പരീക്ഷിച്ചു. 100 ആളുകളിൽ ഞാൻ പരീക്ഷിച്ചിട്ട് അതിൽ 99 ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആ വാക്സിൻ കാരണം രോഗം മാറി. അപ്പോൾ 99% ഓക്കെയാണ്. ഒരാൾക്ക് രോഗം മാറിയില്ല. ഇത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1 ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം?
ഇത് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഞാൻ വാക്സിൻ കൊടുത്ത 95 അല്ലെങ്കിൽ ഒരു 90% ആളുകൾക്കും രോഗം മാറി, 10% ആളുകൾക്ക് രോഗം മാറിയില്ല. അപ്പോൾ അവിടെ 10%ആണെന്ത് നെഗറ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് റേറ്റ്, അതായത് വാക്സിന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്ത് 90% ആളുകൾക്കും എഫക്റ്റ് ചെയ്യാതിരുന്നത് 10% ആൾക്കാർക്കുമാണല്ലോ. അപ്പോൾ ഇവിടെ 90% ആളുകളാണല്ലോ എന്തൊട്ടിയത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത്. അപ്പോൾ അതെന്ത് ചെയ്യൂല, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% മുകളിലായതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 ആണെന്ന് കരുതാം. 5 എന്ന് പറഞ്ഞാൽ 5% തെറ്റിയാലും പ്രശ്നമില്ല, 95% ശരിയാവണം എന്നുള്ളതാണ് ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 എന്ന് പറയുന്നത്. അത് അനോവ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും ഈ ടേംസൊക്കെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗവേഷകൻ സെറ്റ് ചെയ്യുന്നൊരു ബൗണ്ടറി ആണിത് ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, എത്രത്തോളം സ്ട്രോങ് ആണ്, ഗവേഷകൻ പഠിച്ച പഠനത്തിൽ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനേക്കാൾ കൂടുതൽ എന്തുണ്ടായിരിക്കണം, പോസിറ്റീവ് റേറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ റിസർച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വേറെ കൺഫ്യൂഷനൊന്നും ആക്കണ്ട, എത്ര മനസ്സിലാക്കുക. ഞാനൊരു വാക്സിൻ പരീക്ഷിക്കുന്ന സമയത്ത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്തിട്ടാണ് ഞാൻ പരീക്ഷിക്കുന്നത് എങ്കിൽ 95% ആളുകൾക്കും അതെന്ത് ചെയ്യണം, ആ വാക്സിന് ഫലപ്രദമായാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ 99% രോഗികൾക്കും അത് എഫക്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വാക്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് കേട്ടോ. ശരിക്കും എക്സ്പെരിമെൻ്റൽ മെത്തേഡൊന്നുമല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിലൊക്കെയാണ് ഇത് സാധാരണ വരിക. ഈ വാക്സിനിലൊന്നും ശരിക്കും എന്തില്ല, അതൊക്കെ 100% ഓർക്ക് വേറെ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഞാനിവിടെ പറഞ്ഞത്. സ്റ്റാറ്റിയിലാണ് സാധാരണ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ് അടുത്തത്, സ്റ്റാൻഡേർഡൈസ്ഡ് കോഎഫിഷ്യൻറ്റ്. സ്റ്റാൻഡേർഡൈസ്ഡ് കോഎഫിഷ്യൻറ്റ് ഇത് എന്താണ്, സ്റ്റാൻഡേർഡൈസ്ഡ് കോഎഫിഷ്യൻറ്റ്. ഇതും സ്റ്റാറ്റിയിൽ വരുന്നൊരു ടേമാണ്, റിഗ്രഷൻ അനാലിസിസിൽ വരുന്നൊരു ടേമാണ്. റിഗ്രഷൻ അനാലിസിസ് ഇവിടെ എന്താണ്, ഈ റിഗ്രഷൻ അനാലിസിസിൽ സ്റ്റാൻഡേർഡൈസ്ഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് ഇത് പറയുന്നത്. എത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ച് എത്രത്തോളം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നതാണ് ഈ സ്റ്റാൻഡേർഡ് കോഎഫിഷ്യൻറ്റിൽ വിശദീകരിക്കുന്നത്. അവിടുത്തെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എക്സ്പെരിമെൻറ്റുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ റിഗ്രഷൻ സ്റ്റാൻഡേർഡൈസ്ഡ് കോഎഫിഷ്യൻറ്റ് വിശദീകരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒക്കെ എക്സ്പെരിമെൻ്റൽ മെത്തേഡിലാണ് വരുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ പ്രധാനമായിട്ടും 3 വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഷോർട്ടാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ആഴത്തിൽ വീണ്ടും പോവുകയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് പറയാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ്ട്രാനസ് വേരിയബിൾ, കൺഫൗണ്ടിങ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള വേരിയബിളുകളുണ്ട്. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് എന്ത് പറയാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവേഷകൻ ഔട്ട്കം നിരീക്ഷിക്കുന്ന വേരിയബിളിനാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പഠന നിലവാരത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പഠന നിലവാരത്തെ ബാധിക്കുന്നുണ്ട് എന്നല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ശരിക്കും മൊബൈൽ ഫോണാണ്.
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എഡ്യൂക്കേഷനാണ്, പഠന നിലവാരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മൊബൈൽ ഫോൺ ഗവേഷകന് എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ ഫോണിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകിക്കൊണ്ട് അയാളുടെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് നിരീക്ഷിക്കാൻ പറ്റും. മൊബൈൽ ഫോൺ തീരെ കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷണൽ പഠന നിലവാരം നിരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഗവേഷകൻ എന്തിലാണോ ചേഞ്ച് വരുത്താൻ പറ്റുന്നത് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഗവേഷകൻ എന്ത് ചെയ്യും? ഒരു 50 ആൾക്കാരെടുത്തു എന്ന് കരുതാം. അതിൽ 25 ആൾക്കാർക്ക് നന്നായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തു, 25 ആൾക്കാർക്ക് തീരെ മൊബൈൽ ഫോൺ കൊടുക്കാതെയും പഠിച്ചു. അപ്പോൾ ഈ മൊബൈൽ ഫോൺ കൂട്ടിയും മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ചും പഠിക്കുന്നത് ആരാണ്? എന്തിലാണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല, ചേഞ്ച് ഒബ്സർവ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ ടേമുമായി എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി കേട്ടോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില വലിയ വലിയ ടോപ്പിക്കുകൾ ഉണ്ടാവും, മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ഭാഗങ്ങൾ ഞാൻ പറയുന്ന ടേം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് നോട്ട് ജസ്റ്റ് വായിച്ച് നോക്കുക. വിശദമായിട്ടൊന്നും നോക്കണ്ട. ഇവിടെ ഞാൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മുമ്പ് ഞാനൊരു ടേം പറഞ്ഞിട്ട് എന്തായിരുന്നു? ബിഗ് 5 ഫാക്ടർ ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് മാത്രം നോക്ക്, വേറെ ഒന്നും നോക്കരുത്. ഓക്കെ, അപ്പോൾ ഇതെന്താണിത്? സ്റ്റാൻഡേർഡൈസ്ഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് വരുന്നത് പാരാമീറ്റർ അല്ലേ? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ, ഒരു പോപ്പുലേഷൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ, അതാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാം? ഒരു എൻ്റയർ പോപ്പുലേഷനെ വിശദീകരിക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പം നമ്മൾ നേരത്തെ ഒരു പഠനം നടത്തി അല്ലേ? ഇവിടെ നമ്മൾ 10 ലക്ഷം ആളുകൾ ഒരു സിറ്റിയിലുണ്ട്. അവരുടെ ആവറേജ് ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് അത്രയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സാമ്പിൾ എടുത്തിട്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും സാമ്പിൾ എടുക്കാതെ പൂർണ്ണമായും എല്ലാ ആൾക്കാരെയും എടുത്തുകൊണ്ട് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ഹൈറ്റ് കിട്ടുമല്ലോ. അതിനെന്ത് പറയും? പാരാമീറ്റർ എന്ന് പറയും. ആവറേജ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വാല്യൂസ് ദാറ്റ് ഡിസ്ക്രൈബ് എൻ്റയർ പോപ്പുലേഷൻ. നേരത്തെ പറഞ്ഞ ഈ 10 ലക്ഷം ആളുകളുള്ള ഈ നഗരത്തിലെ ആളുകളുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പാരാമീറ്ററാണ്. അത് നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അത് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് എത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനെ പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ സ്റ്റാറ്റിയിൽ വരുന്ന ടേമുകൾ തന്നെയാണ്. ഇത് അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇൻ്റലിജൻസ്. കാറ്റൽ ആൻഡ് ഹോണിൻ്റെ ഒരു തിയറിയാണ് ചോദിക്കുന്നത്. കാറ്റൽ ആൻഡ് ഹോൺസിൻ്റെ തിയറി പോസ്റ്റുലേറ്റ് 2 കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ്. ഇവർ 2 ഇൻ്റലിജൻസ് ടൈപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എ പേഴ്സൺ ഈസ് ഗുഡ് അറ്റ് യൂസിങ് ആൻഡ് കമ്പൈനിങ് ഫെമിലിയർ ഫാക്ടർ ഹാസ് ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണോ, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണോ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണോ, പ്രൈമറി ഇൻ്റലിജൻസ് ആണോ? ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. റൈമണ്ട് കാറ്റൽ, അടുത്തത് ജോൺ ഹോൺ. കാറ്റൽ ആൻഡ് ഹോൺ എന്നാണ് ഇതിന് പറയാറ്, ചുരുക്കി പറയാം. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ ഇൻ്റലിജൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചും ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ ഇൻ്റലിജൻസ് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. നമ്മൾ ഇൻ്റലിജൻസ് പേഴ്സണാലിറ്റി ഒക്കെ പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് അടുത്ത പേജിൽ എഴുതാം.
ജനറൽ ഇൻ്റലിജൻസിനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിലുണ്ട്. ഒന്ന് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്, മറ്റൊന്ന് ഫ്ലൂയിഡ് ഇൻ്റലിജൻ്റ് ആണ്. ക്രിസ്റ്റലൈസ്ഡ് മറ്റൊന്നാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ക്വസ്റ്റ്യനിൽ എന്താ പറയണത്, എ പേഴ്സൺ ഹു ഈസ് ഗുഡ് അറ്റ് യൂസിങ് ആൻഡ് കമ്പൈനിങ് ഫെമിലിയർ ഫാക്ടർ ഹാസ് ഹൈ. ഈ രണ്ട് ഇൻ്റലിജൻസും ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഓരോ കാലഘട്ടത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഫോം ചെയ്യുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസിനാണ് എന്താ പറയുക, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയും. ഇതിൽ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ GC എന്ന് പറഞ്ഞിട്ടാണ് അത് വിശദീകരിക്കുക. ഓക്കെ, നമുക്കെന്താണ്, നമ്മളിങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ നോളജ് ഇൻക്രീസ് ചെയ്യും, നമ്മൾ ഫാക്റ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മളെ സ്കിൽസ് ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മളെ എഡ്യൂക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ബേസിലല്ല ഇൻക്രീസ് ചെയ്ത് വരിക. ഇതിനെന്ത് പറയും, ക്രിസ്റ്റലൈസ്ഡ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഒന്നാം ക്ലാസ്സിൽ, രണ്ടാം ക്ലാസ്സിൽ, 3, 5, 10, 20 ഓരോ ഘട്ടം കഴിയുന്നതനുസരിച്ച് നമ്മളെ നോളജിൽ എന്ത് ചെയ്യും, വലിയ മാറ്റം വരും. തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുണ്ടാവുള്ളൂ, പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടാവും. അതുപോലെ പിന്നെ നമ്മൾ കുറേ ഫാക്റ്റുകൾ, മുമ്പൊന്നും നമുക്ക് ഇത്ര അധികം ഫാക്റ്റുകൾ അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ആരാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അതൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചെടുക്കണം. പലതരത്തിലുള്ള സ്കില്ലുകൾ, വാഹനം ഓടിക്കാനുള്ള സ്കില്ലുകൾ, അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ എന്താണ് എക്സ്പീരിയൻസിൻ്റെ ബേസിലും നമ്മൾ എഡ്യൂക്കേഷൻ ത്രൂ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇതെന്ത് പറയും, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയും. ഇത് ശരിക്കും ഒരു തരത്തിലുള്ള ബ്രെയിനിൻ്റെ ലൈബ്രറിയാണ് കേട്ടോ. ഈ ലൈബ്രറി വെച്ചിട്ടാണ് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈബ്രറിയാണിത്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏജ് ഫാക്ടറാണ്. ഏജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിൻ്റെ അളവ് കുറക്കില്ല. നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യാം, കുറയൂല. നിലവിൽ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യില്ല, വയസ്സാണനുസരിച്ച് നമ്മളെ ഈ സ്കില്ലുകളൊന്നും എന്ത് ചെയ്യില്ല, ഇല്ലാതാവില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് കരുതാം, ഒരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അയാൾക്ക്. നമുക്കിപ്പം ഒരു 40 വയസ്സായാലും 50 വയസ്സായാലും അയാളെ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടിയാണ് വരിക അല്ലേ. അയാൾ പഠിച്ച് മനസ്സിലായ കാര്യങ്ങൾ അയാൾ പിന്നെ രോഗിയാകുന്ന സമയത്ത് ആൾ മറന്നു പോയേക്കാം. എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മളെ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കൂടി വരും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ എക്സ്പീരിയൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ അതാണെന്ത് ക്വസ്റ്റ്യനിൽ വരുന്നത്. എന്താണ് ഫെമിലിയർ ഫാക്ടറൊക്കെ എന്തിൽ വരുന്നതാണ്, ഫെമിലിയർ ഫാക്ട്സ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫാക്റ്റുകൾ, പലതരത്തിലുള്ള ഫാക്റ്റുകൾ എന്തിൽ വരുന്നതാണ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൽ വരുന്നതാണ് ഫെമിലിയർ ഫാക്റ്റ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെമ്മറിയിൽ ഓട്ടോമാറ്റിക് സ്റ്റോറായി നിൽക്കുള്ളൂ. ഇതൊക്കെ ഫെമിലിയർ ഫാക്റ്റുകളാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫാക്റ്റുകൾ. ഇതൊക്കെ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇനി ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആൻസർ ശരിക്കും വരുന്നത് എന്താണ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നതാണ്. ഓപ്ഷൻ 2 ആണെന്ത് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി 3 ഓപ്ഷൻസ് കൂടി ഉണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, പ്രൈമറി ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് വേറെയും കൊടുത്തിട്ടുണ്ട്. ഈ 3 ഓപ്ഷൻസ് കൊടുക്കുക. ആദ്യം നമുക്ക് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് നോക്കാം. ഒരു വ്യക്തിക്ക് എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനൊക്കെ ഉള്ള കഴിവിനെയാണ് എന്താ പറയുക,
ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. റീസൺ ക്വിക്ക്ലി, തിങ്ക് അബ്സ്ട്രാക്ട്ലി. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു വിഷയത്തെ അബ്സ്ട്രാക്റ്റായിട്ട് മനസ്സിലാക്കാനൊക്കെ ഇത് കഴിയും. ഇത് സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ നല്ല ഉള്ള ഒരു കപ്പാസിറ്റിയാണ്. നമുക്ക് മുമ്പ് അറിയാത്ത പുതിയൊരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, നന്നായി കഴിയും. ഇതിനെന്ത് ചെയ്യില്ല, സ്കൂളുകളോ കോളേജുകളോ നമ്മളെ പഠനമൊന്നും എന്തിനു ബാധകമല്ല, ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിന് ബാധകമല്ല. നമ്മളെ മെമ്മറി പവറാണ് ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെ വളരെയധികം എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ ഏജ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഏജിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യും, ഈ കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മൾ യങ് ഏജിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് നല്ല പീക്കിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ യങ് അഡൾട്ട്ഹുഡ് വരെയൊക്കെ എന്തുണ്ടാവും, പീക്കിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഓരോ കാലഘട്ടം കഴിയുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് കുറയും. അതായത് നമ്മളെ സ്കില്ല്, എന്തിനേയും പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള, പുതിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള നമ്മളുടെ കഴിവ് അതിന് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, കുറഞ്ഞു വരും, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ രണ്ടാൾക്കാരുടെയും ഈ ഇൻ്റലിജൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നോട്ട് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് അപ്പോൾ നോട്ട് എവിടെയും തിരഞ്ഞിട്ട് കിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും മതി, കൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ വേറെ ഇൻ്റലിജൻസ് പറഞ്ഞത്, ഞാൻ നോക്കാൻ പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു പുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് നോക്കട്ടോ. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. അത് നമ്മൾ ഓപ്ഷനിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇങ്ങനെ ഇമോഷണൽ കോഷ്യൻ്റ് എന്നും പറയും, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഡി ഇല്ല, ഗോൾഡ് ഇല്ല, ഗോൾമാൻ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനുമുള്ള കഴിവിനെയാണ് എന്താ പറയുക, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെയും മറ്റുള്ള ആൾക്കാരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കാനും നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനുമുള്ള കഴിവിനെയാണ് എന്താ പറയുക, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുക. ഡാനിയൽ ഗോൾമാൻ ആണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ടേമിന് എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അപ്പോൾ ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കുറേ ഇതുമായി ബന്ധപ്പെട്ട സബ്ബായിട്ടുള്ള കുറേ ടേമുകളുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്ര ഒന്നുമില്ലെങ്കിൽ ഇത്രയെങ്കിലും മനസ്സിലാക്കുക, ഡാനിയൽ ഗോൾമാൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇതെന്തല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാറ്റലും ഹോണുടെയും ഇമോഷണൽ ഇൻ്റലിജൻസിൽ വരുന്നതല്ല. പിന്നെ അടുത്തത് പ്രൈമറി ഇൻ്റലിജൻസ്. പ്രൈമറി ഇൻ്റലിജൻസ് പ്രൈമറി ഇൻ്റലിജൻസ് ലോയിസ് തോൺസ്റ്റൻ്റെ ഒരു കൺസെപ്റ്റിൽ നിന്ന്, തിയറിയിൽ നിന്ന് വരുന്നൊരു ടേമാണ്. ലോയിസ് ഇദ്ദേഹത്തിൻ്റെ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ കുറിച്ച് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. ഈ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടേമാണ്. ഈ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഏതാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ കാരണം ഇതിങ്ങനെ ഡീപ്പായിട്ട് ഒറ്റ ടോപ്പിക്ക് തന്നെ കുറേ സമയം പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് ഇത് ആരതാണ്, എന്താ തിയറി എന്നൊക്കെ ജസ്റ്റ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊന്നുകൂടി ഇൻഡെപ്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും വരുന്ന 7 എന്താണ് ഇതിൻ്റെ മെൻ്റൽ എബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ. 1
വെർബൽ കോംപ്രിഹെൻഷൻ. മറ്റൊന്നാണ് വേർഡ് ഫ്ലുവൻസി. മറ്റൊന്നാണത് നമ്പർ ഫെസിലിറ്റി. മറ്റൊന്നാണ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ. അഞ്ച് അസോസിയേറ്റീവ് മെമ്മറി. ആറ് പെർസെപ്ച്വൽ സ്പീഡ്. മറ്റൊന്നാണ് റീസണിങ്. ഇതൊക്കെ ഈ ഇവർ പറയുന്ന 7 തരത്തിലുള്ള ഇൻ്റലിജൻസുകളാണ്. ലൂയിസ് തോൺസ്റ്റൻ്റെ 7 പ്രൈമറി ആൻഡ് മെൻ്റൽ എബിലിറ്റീസിൽ വരുന്നതാണ്. അവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് ജസ്റ്റ് എന്താണ്, ഇവരുടെ രണ്ടുപേരുടെയും കാറ്റലിൻ്റെയും ഹോണിൻ്റെയും തിയറിയാണ് ചോദിക്കുന്നത്. അവർ പറയുന്ന 2 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്, ഒന്ന് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും മറ്റൊന്ന് ഫ്ലൂയിഡ് ഇൻ്റലിജൻസുമാണ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിന് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഹാർഡ് ഡിസ്ക് പോലെ മനസ്സിലാക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ അല്ലേ. ഈ ഹാർഡ് ഡിസ്ക് എന്താ ചെയ്യുക, പഴയ കാര്യങ്ങൾ ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കും. അതിന് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് അതൊരിക്കലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോകില്ല അല്ലേ. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിന് ഉദാഹരണം നമുക്ക് പ്രോസസ്സറായിട്ട് പറയാം. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ നിയന്ത്രിക്കാനും പുതിയ ന്യൂ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ വരും. ഇതൊരു പരിധി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഡാമേജ് സംഭവിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ജസ്റ്റ് പോവാം. ഗോഡാർഡിൻ്റെ ഒരു സ്റ്റഡിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് 1910 നടന്ന ഒരു സ്റ്റഡിയാണ് ഗോഡാർഡിൻ്റെ സ്റ്റഡി. അക്കോർഡിംഗ് ടു ഗോഡാർഡ്, എ സ്റ്റഡി ഓൺ റെസിഡൻസ് ഓൺ വിൻലാൻഡ് ഫെസിലിറ്റി ആൻഡ് their categorization by diagnosis and mental age. The resident having the mental age of 3 to 7 years is termed as. അതായത് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1910 എന്താണ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ആരാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഹെൻറി എച്ച് ഗോഡാർഡ് ഇവർ നടത്തിയ പരീക്ഷണമാണ്. 1910 ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ കുറച്ച് ടേമുകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, 3 ടേമുകളാണ് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ വിശദീകരിക്കുന്നത്. ഇഡിയറ്റ്, അതുപോലെ ഇംബെസിൽസ്, അതുപോലെ തന്നെ മൊറോൺസ്. ഇത്തരം വാക്കുകൾ സൈക്കോളജിയിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അൺഎത്തിക്കലാണെന്ന് പറഞ്ഞിട്ട് ഈ വാക്കുകളൊന്നും ഇപ്പോൾ എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ പകരം
ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇത് കുറേ മുമ്പ് നടന്നൊരു പഠനമാണ്, അതുകൊണ്ടാണ് ഈ വാക്കുകൾ എന്ത് ചെയ്തത് യൂസ് ചെയ്തത്. ഇദ്ദേഹം 1970 1910 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടികളുടെ എന്ത് ചെയ്യുന്നുണ്ട്, വിൻലാൻഡ് ട്രെയിനിങ് സ്കൂളിൽ എന്ത് ചെയ്തു, കുട്ടികൾ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഏജ്, മെൻ്റൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം നടത്തി. ഓക്കെ, കുട്ടികളുടെ മെൻ്റൽ ഏജ്. ഇദ്ദേഹം ഇതിന് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞത് ബിനെറ്റ് സൈമൺ ഇൻ്റലിജൻസ് സ്കെയിലാണ്. നമ്മൾ എന്ത് ചെയ്യാം, 2-3 ടേമുകൾ ഇൻ്റലിജൻസും നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. മെൻ്റൽ ഏജ്, ക്രോണോളജിക്കൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി ജനിച്ചിട്ട് എത്ര വർഷമായി അതിൻ്റെ ബേസിൽ കൊണ്ടുവരുന്ന ഏജിനെയാണ് എന്താ പറയുക, ക്രോണോളജിക്കൽ ഏജ്, CA എന്ന് പറയാം. നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ജനിച്ചിട്ട് 10 കൊല്ലമാണെങ്കിൽ ആ വ്യക്തിക്ക് എത്ര വയസ്സായി, 10 വയസ്സായി. ഒരു കുട്ടി ജനിച്ചിട്ട് 5 വർഷമായി, അപ്പോൾ ആ കുട്ടിയുടെ വയസ്സ് 5 വയസ്സ്. അതിന് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയും. മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ചിട്ട് ഇപ്പോൾ 10 വർഷമായി, പക്ഷേ അയാളുടെ മെൻ്റൽ കപ്പാസിറ്റി ഒരു 3 വയസ്സുകാരൻ്റെ മെൻ്റൽ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അത് ചില കാര്യങ്ങൾ 3 വയസ്സുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ, എങ്കിൽ ആ വ്യക്തിയുടെ മെൻ്റൽ ഏജ് എത്രയാണ്, 3 ആണ്. ഒറിജിനൽ ക്രോണോളജിക്കൽ ഏജ് 10 ആവാം. മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ ഒരു 3 വയസ്സുകാരന് 5 വയസ്സുകാരന് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ് ഈ 10 വയസ്സുകാരൻ ചെയ്യുന്നത്, എങ്കിൽ അയാളെ മെൻ്റൽ ഏജ് എത്രയാണ്, 3 ആണ്. ഈ ടേമുകളൊക്കെ അവിടെ മനസ്സിലാക്കി വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇദ്ദേഹം നടത്തിയ പരീക്ഷണം വിൻലാൻഡ് ട്രെയിനിങ് സ്കൂൾ ഫോർ പീപ്പിൾ മൈൻഡഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഇവിടെ നടത്തിയ ഇദ്ദേഹത്തിൻ്റെ പഠനമാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഇദ്ദേഹം അവിടെ ഉള്ള കുട്ടികളുടെ മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, പഠനം നടത്തിയത്. കുറേ കുട്ടികളുണ്ട് കേട്ടോ അവിടെ, ഇഷ്ടംപോലെ 7 വയസ്സിനും 10 വയസ്സിനും 15 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇഷ്ടംപോലെയുള്ള പഠിക്കുന്ന സ്ഥാപനമാണ് ഈ ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ മെൻ്റലി കപ്പാസിറ്റി കുറഞ്ഞ കുട്ടികളാണ് സാധാരണ എന്ത് ചെയ്യുക, പഠിക്കുക. കുറേ മുമ്പുള്ള കാര്യമാണ്, 1990 നടന്നിട്ടുള്ള പഠനം, 1910 നടന്നിട്ടുള്ള പഠനമാണ്. ഏകദേശം 100 വർഷം മുമ്പ് നടന്ന പഠനമാണ്. ഇതിന് ശേഷം എന്ത് ചെയ്തു, ഇദ്ദേഹം ഓരോരുത്തരും എന്ത് ചെയ്തു, ഏജിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു. ഇഡിയറ്റ്, ഒരാളുടെ മെൻ്റൽ ഏജ് 3 ഇയറിന് താഴെയാണെങ്കിൽ ആ വ്യക്തിയെ ഇഡിയറ്റ് എന്ന പേരിൽ എന്ത് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു. ഇന്ന് ഈ വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സോഷ്യൽ സൈക്കോളജിയിൽ ഈ ടേമൊക്കെ ബാൻഡാണ്. നോർമലായിട്ട് ഇന്ന് നമ്മൾ സാധാരണ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ടേം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ്. മുമ്പ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അടുത്താണ് ഇംബേസിൽ. ഇത് ഏകദേശം 3-നും 7-നും ഇടയിൽ മെൻ്റൽ ഏജുള്ള
കുട്ടികളെയാണെന്ന് പറയും ഇംബേസിൽ എന്ന് പറയാം. സാധാരണ അവർക്കൊരു 10 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ ഇവരുടെ പെരുമാറ്റം 3 വയസ്സിനും 7 വയസ്സുമുള്ള ആൾക്കാർ പെരുമാറുന്ന പോലെ പെരുമാറുന്ന ആൾക്കാരായിരിക്കും. അതാണ് ഇംബേസിൽ എന്ന് പറയുന്നത്. അടുത്തത് മൊറോൺ. ഇതൊരു 8 മുതൽ 12 വയസ്സ് വരെ മെൻ്റൽ ഏജ് ഉള്ള ആൾക്കാരെയാണ് അദ്ദേഹം മൊറോൺ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ട്രെയിനിങ് സ്കൂളിൽ 15ഉം 20ഉം വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പഠിച്ചിരുന്നു. ഈ 15ഉം 20ഉം വയസ്സുള്ള കുട്ടികളുടെ മെൻ്റൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ബിനെറ്റ് സൈമൺ ഇൻ്റലിജൻസ് സ്കെയിൽ യൂസ് ചെയ്തു. എന്നിട്ട് അങ്ങനെ പഠിച്ചതിന് ശേഷം ഇദ്ദേഹം മൊത്തം ആളുകളെയും 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. 3 സ്വഭാവമുള്ള ആൾക്കാരായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് ഇഡിയറ്റ്, ഇംബേസിൽ, മോറോൺസ്. ഈ വാക്കുകൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്തിരുന്നതാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഎത്തിക്കലാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ഉദാഹരണത്തിന് ഒരു 15 വയസ്സുള്ള കുട്ടിയാണ്. 15 വയസ്സുള്ള കുട്ടിയുടെ ഇത് ക്രോണോളജിക്കൽ ഏജ് ആണ് കേട്ടോ. അയാളുടെ മെൻ്റൽ ഏജ് 3 വയസ്സാണെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്കെയിലാണ് കേട്ടോ ബിനെറ്റ് സൈമൺസ് ഇൻ്റലിജൻസ് സ്കെയിൽ. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, PGക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്കെയിലിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ചോദ്യം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. 3 വയസ്സാണ് ഒരാളുടെ മെൻ്റൽ ഏജ് എങ്കിൽ അയാൾ ഇഡിയറ്റ് എന്ന കാറ്റഗറിയിൽ വരും. ഒരു 8 വയസ്സാണ് അല്ലെങ്കിൽ ഒരു 10 വയസ്സാണ് അയാളുടെ മെൻ്റൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ 15 വയസ്സാണ്. അയാളെ മെൻ്റൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 കിട്ടിയത്. അപ്പോൾ അത് മൊറോൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഇങ്ങനെ മൊത്തം ആളുകളെയും ഇദ്ദേഹം എന്താ ചെയ്തത്, ഓരോ കാറ്റഗറികളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ഇഡിയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള എന്താണ്, ഒരു 3 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഇവരെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കോമൺ ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള സാധാരണക്കാർ ചെയ്യുന്ന കഴിവുകളെക്കുറിച്ചൊന്നും പ്രവർത്തനങ്ങളൊന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. ഒരു 3 വയസ്സായ കുട്ടിക്ക് എന്താ കഴിയുള്ളൂ, അതേ മാത്രമേ ഇഡിയറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഈ ഇഡിയറ്റ് എന്ന് പറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഇയാളെ കോട്ട് ചെയ്യാതെ ഒരിക്കലും എക്സാമിന് നിങ്ങൾ തിയറി എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് എഴുതരുത്. ഇനി അടുത്ത വർഷം നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് PSCയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിലേക്കുള്ള വേക്കൻസിക്കൊക്കെ എക്സാം വിളിക്കും. അതൊക്കെ തിയറി നമ്മൾ റിട്ടേൺ എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആൾ പേര് കോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഹെൻറി എച്ച് കോഡാർഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ടേം യൂസ് ചെയ്യണം. അപ്പോൾ ഇഡിയറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇംബേസിൽ സാധാരണഗതിയിൽ ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ മെൻ്റൽ ഏജ് ഉള്ള ഒരാളെയാണ് ഈ ഇംബേസിൽ എന്ന് പറയാം. ഇവർക്ക് സിമ്പിൾ ടാസ്കുകളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. കൂടുതൽ വായിക്കാനോ എഴുതാനോ ഒന്നും കഴിവുണ്ടാവില്ല. ശരിക്കും ഇയാൾക്ക് ഏജ് എത്ര ഉണ്ടാവും, എത്രയാവാം, 15, 20, 30 ഒക്കെ ഉണ്ടാവും. ഒരു 15 കൂട്ടാം. 15 ഏജുള്ള ഒരാൾ 8 അല്ലെങ്കിൽ 7 എന്താണ് മെൻ്റൽ ഏജ് കാണിക്കണമെങ്കിൽ അത് ഇംബേസിലാണ്. അയാൾക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് ഇയാൾ മനസ്സിലാക്കി. 3-മത്തേതാണ് മൊറോൺ. മൊറോൺ 8 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെ ഇടയിൽ മെൻ്റൽ ഏജ് ഉള്ള ആളാണ്. ഇയാൾക്ക് ചിലപ്പോൾ 30 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ ഒരു 20 എടുക്കാം, 20 വയസ്സുണ്ടാവും. പക്ഷേ അയാളെ മെൻ്റൽ ഏജ് വരുന്നത് 8 അല്ലെങ്കിൽ 8ൻ്റെയും 12ൻ്റെയും ഇടയിലാണ്. അതായത് ഈ വ്യക്തിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയും. അതുപോലെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ സ്കിൽസ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഗോഡാർഡിൻ്റെ തിയറിയിൽ പഠനത്തിൽ ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിൽ പിന്നെ ഓപ്ഷന് വരുന്നത് എന്തൊക്കെയാണ്, ഇഡിയറ്റ് നമ്മൾ പറഞ്ഞു, ഇംബേസിൽ പറഞ്ഞു, ഫ്രീ വിൽ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ഈ കോളേജിൻ്റെ പേരാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് നമ്മളിവിടെ പറഞ്ഞല്ലോ, അതാണോ, വിൻലാൻഡ് ട്രെയിനിങ് സ്കൂൾ ഫോർ ഫ്രീബിൾ മൈൻഡഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. മൊത്തം സ്റ്റഡിയുടെ പേരാണ് ഫ്രീബിൾ മൈൻഡഡ്
ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് അതിൽ വരുന്നത്? മൈൽഡ് മെൻ്റൽ റീട്ടാർഡേഷൻ. ഇത് സാധാരണഗതിയിൽ എന്താണ് ഈ ടേംസൊക്കെ നമ്മൾ ഇഡിയറ്റ്, ഇംബേസിൽ എന്നൊക്കെ പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഇത് മെൻ്റൽ റീട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഇത് മുമ്പ് പുതിയ ടേംസായിട്ട് റീപ്ലേസ് ചെയ്ത ടേമാണ്. ഇത് ഗോഡാർഡിൻ്റെ എന്തല്ല ടേമിൽ വരുന്നതല്ല. ശരിക്കും മൈൽഡ് മെൻ്റൽ റീട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് പുതിയ വേർഡാണ്, ഇയാൾ കോയിൻ ചെയ്ത വേർഡ് അല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് കാറ്റഗറി നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി പോവുക. 3 കാറ്റഗറി ഓഫ് എന്താണ് മെൻ്റൽ ഏജ് ഉണ്ട്: ഇഡിയറ്റ്, ഇംബേസിൽ, മൊറോൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തത് സ്റ്റാറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്റ്റാറ്റി സൈക്കോളജീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. സ്റ്റാറ്റി എന്തുകൊണ്ട് ഇതിൽ വരുന്നു നമ്മൾ ആലോചിക്കേണ്ട, അത് സൈക്കോളജീൻ്റെ ഭാഗം തന്നെയാണ്. സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട റിസർച്ച് പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് റിസർച്ചിലും വരുന്നുണ്ട് സ്റ്റാറ്റി. സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിട്ട് പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ യൂസ്ഫുൾ ഇൻഡെക്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ താഴെ ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ നോക്കിയേക്കണം. വിച്ച് ഈസ് ദ മിഡിൽ മോസ്റ്റ് സ്കോർ വെൻ ആൾ ദ സ്കോർസ് ഹാവ് ബീൻ റാങ്ക്ഡ്. മിഡിൽ മോസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് സെൻട്രൽ ടെൻഡൻസിയിലാണ്. സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് നമ്മൾ ഒരു ആവറേജ് എന്താണ് വാല്യൂ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഷോർട്ടാക്കിയിട്ട് പറയുകയാണ്. ഡിസ്പേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എന്താണ്, നമ്മൾ 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചില വാല്യൂകൾ ആവറേജ് സെയിം ആയിരിക്കും, പക്ഷേ നമ്പറിൽ തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഇവിടെ നോക്കുന്നത്. പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലുള്ളത്. ഒന്ന് മീന്, പിന്നെ മറ്റേത് മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആവറേജ് ടോട്ടലിൽ കൂട്ടിയിട്ട് എത്രയാണോ ഉള്ളത് അതിനെ ആവറേജ് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. 5 കുട്ടികളുടെയും മാർക്ക് എന്താണ്, 3, 2, 5 എന്താണ് 5, 5. ഓക്കെ, ഇതാണ് കുട്ടികളെ മാർക്ക് എന്ന് എഴുതാം. 5 കുട്ടികൾ 5 മാർക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും, ഇത് ടോട്ടൽ ആഡ് ചെയ്യും. 5, 10, 15, 20. അപ്പോൾ 20 ടോട്ടൽ. എന്നിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ എണ്ണം എത്രയുണ്ട്, 1, 2, 3, 4, 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്, ആവറേജ്. അതിന് മീൻ എന്ന് പറയും, അരിത്തമെറ്റിക് മീൻ എന്നും പറയാറുണ്ട്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, എന്തല്ല മിഡിൽ മോസ്റ്റ് സ്കോർ അല്ല. ഇനി മീഡിയൻ നോക്കുകയാണെങ്കിൽ, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് സ്കോറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ 3, 5, 1, 2, 4, 8, 2 ഇങ്ങനൊരു വാല്യൂ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മളതിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതും. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. 1, 2, 2, 3, പിന്നെ എത്ര 5, എന്നാൽ 4 ഉണ്ടല്ലോ ഇവിടെ, 4, 5, 8 ആരോഹണക്രമത്തിൽ എഴുതും.
1 2 3 4 5 6 7 ആരോഹണക്രമത്തിൽ എഴുതിയിട്ട് ഏറ്റവും നടുവത്തെ വാല്യൂ ആണ് എന്ത് ചെയ്യുക, മീഡിയൻ എന്ന് പറയുന്ന വാല്യൂ. മീഡിയ അപ്പോൾ എത്രയാണ്, 3 ഓക്കെ. ഏറ്റവും മിഡിൽ നടുവിൽ വരുന്ന വാല്യൂവിനെയാണ് മിഡ് വാല്യൂ എന്ന് പറയാം. മനസ്സിലാകും, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്ത് പഠിച്ചതായിരിക്കും. പ്രോബ്ലം നമുക്കിതിൽ ചെയ്യാനൊന്നും ചോദിക്കില്ല, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം പറയണം. പിന്നെ അതേപോലെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് ഹയസ്റ്റ് നമ്പർ ഓഫ് കൗണ്ട്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഈ എന്തിൽ വരുന്നതാണ്, മോഡിൽ വരുന്നതാണ്. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുക്കാം. 1 5 1 2 6 1 11 1 25 1. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത് 1 അല്ലേ, 1. അപ്പോൾ മോഡ് 1 അങ്ങനെ, അതിനാണ് മോഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡാഷ് ഈസ് എ മീനിങ് ഫുൾ ഇൻഡെക്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ഈസ് ദ മിഡിൽ മോസ്റ്റ് സ്കോർ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏത് മെത്തേഡാണ് എന്നതാണ് താഴെ ഉള്ള ക്വസ്റ്റ്യൻ. അതിലേത് ക്വസ്റ്റ്യനാണ് ആൻസർ, മീനാണോ, മീഡിയൻ ആണോ, മോഡാണോ, റേഞ്ച് ആണോ? ആരാ പറയാം? മിഡിൽ വാല്യൂ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ മിഡിൽ വാല്യൂ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ സംഖ്യകൾ നമുക്ക് തന്നു. ഈ സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യും, ആരോഹണ ക്രമത്തിൽ എഴുതി ആദ്യം അല്ലേ. ഓരോന്നിനെ ആരോഹണ ക്രമത്തിൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നടുവത്തെ വാല്യൂ എടുത്തത്. നടുവത്താകും 2 2 3 4 5 8. അത് നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി, എന്നിട്ട് നടുവത്തെ വാല്യൂ 3 എടുത്തു. അപ്പോൾ അതിനെന്ത് പറയും, മീഡിയൻ എന്നാണ് പറയാം. ഓക്കെ, ഇത് ഒക്കെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതല്ല, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നതാണ്. ഞാൻ കൂടെ പറയാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനാണ് എന്ത് പറയുക, റേഞ്ച് എന്ന് പറയാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ, ഹൈ സ്കോർ മൈനസ് ലോവസ്റ്റ് സ്കോർ. ഉദാഹരണമായിട്ടൊരു ശ്രേണി പറയണം, 1 2 6 3 7. ഇതൊരു ശ്രേണിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഹയസ്റ്റ് സ്കോർ എത്രയാണ് നോക്കുക, 7. ലോവസ്റ്റ് സ്കോർ 1. അപ്പോൾ 7 മൈനസ് 1 6 ഇതിൻ്റെ റേഞ്ച്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ്, ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസാണ് റേഞ്ച് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വേറെ ഇതിലുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ ഇതിൽ വരുന്നതാണ്. ആവറേജ് ഡീവിയേഷന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഒക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതൊന്നും നോക്കണ്ട, ഇപ്പോൾ ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 4 ഓപ്ഷൻ പറഞ്ഞു. ഓപ്ഷൻ മീഡിയൻ ആണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്, മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാല്യൂ ഏതാണ് അതാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂവും ഏറ്റവും ചെറിയ വാല്യൂവും ഏറ്റവും വലിയ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സമയമായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആൻസർ വിത്ത് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാം. ഇത് ഒന്നിച്ച് ഒറ്റ PDF ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ആദ്യം തന്നെ ആൻസർ അപ്ലോഡ് ചെയ്യാത്തത്. നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.